ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ചാനൽ. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ വളരെയധികം മെസ്സേജസ് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്ലിറ്റർ ട്യൂബിൻ്റെ പെയറായിട്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് പോലെ മാലയും കമ്മലും ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് റിക്വസ്റ്റ് ചെയ്ത ആളുകളോടുള്ള എന്താ പറയുക, സ്നേഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ പലർക്കും ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അറിയാത്ത ആളുകളുണ്ടാവും, ബിഗിനേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. 3 ടൈപ്പ് ഇയറിങ്സ് ആണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്ന. ഒരുപാട് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ആ ഒരു കിറ്റിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുള്ള എല്ലാ ഹെയർ ബാൻഡ്സിൻ്റെ മോഡലും നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ റിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റിങ്ങിൻ്റെ ഒരറ്റം നമുക്ക് ഇങ്ങനെയാണല്ലോ വരിക, ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ വയ്ക്കാൻ പാകത്തിന് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ഭാഗം ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അതൊന്ന് നേരെയാക്കുക. അപ്പോൾ നേരെ ആ കമ്പി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആവും. അത് നമ്മളതിങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗം നിവർത്തുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പോർഷൻ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരിക്കും. അതൊന്ന് നേരെയാക്കുക, അത്രേ വേണ്ടൂ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്ലിറ്റർ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് ആദ്യമേ കണ്ടുപിടിച്ച് അതിനൊന്ന് സെറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് എന്നിട്ട് അതിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ആ കമ്പി കൂടെ കോർത്തെടുത്താൽ മതി. അത് കയറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും വളവുള്ള ഭാഗത്തൊക്കെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് അതായത് കറക്കി കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് കയറും കേട്ടോ. 2 സൈഡും ഈക്വൽ ആവുന്ന രീതിയിൽ അതിനെ ഒന്ന് എടുത്തതിന് ശേഷം 2 സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് വേണം നമുക്കത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 2 ഇയറിങ്സും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത മോഡൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐപ്പിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഐപ്പിൻസാണ് നമുക്കതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഐപ്പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഇതുപോലെയാണ് ഇരിക്കുക. ഐപ്പിന്നിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഞാനൊരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു സിൽവർ കളറിലെ ബോളാണ് ഇട്ട് ഇടുന്നത്. സിൽവർ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഇത്ര ലെങ്ത്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലെങ്ത്തും വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ, ഒരു 6 സെൻറ്റിമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു ലെങ്ത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ആ ഐപ്പിന്നിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ, ഒരു മാക്സിമം 3 സെൻറ്റിമീറ്റർ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഐപ്പിന്നിൻ്റെ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അത് പതിയെ ഒന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് മടക്കിയെടുക്കുക. ഒരു ഷേപ്പ് ആക്കുക. എന്നിട്ട് നമ്മുടെ കമ്മലിൻ്റെ കൊളുത്തുന്ന ഇതുണ്ടല്ലോ, ഹുക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കൂടെ നന്നായിട്ട് വളച്ച് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ 2 അറ്റവും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. നല്ല രസമല്ലേ, നല്ലപോലെ ആടുന്നുണ്ട്. കുഞ്ഞു മക്കളൊക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇനി അടുത്ത മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കോപ്പർ വയറാണ്. കോപ്പർ വയറിൻ്റെ ഒരു പീസ് മതി. അതായത് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് എടുക്കുന്നതിനേക്കാൾ ഒരു 7-8 സെൻറ്റിമീറ്ററോളം ലെങ്ത്ത് കൂടുതലായിട്ട് നിൽക്കണം. അത്രയും വേണം നമ്മുടെ കോപ്പർ വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോപ്പർ വയർ നമ്മൾ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. 2 സൈഡിലും ഈക്വലായിട്ട് ബാലൻസ് വരുന്ന രീതിയിൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം, അതായത് ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഈ ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മൾ ഗ്ലിറ്റർ ട്യൂബിലും പിടിക്കുക, റൈറ്റ് കൈ കൊണ്ട് ഈ 2 കോപ്പർ വയറിൻ്റെ എൻഡും പിടിക്കുക, ഒരുമിച്ച് കൂട്ടി പിടിക്കുക. എന്നിട്ട് ഗിയർ വയർ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു ഇത്തിരി ഭാഗം വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആദ്യം ഞാനിവിടെ ഒരു 8 mm മുത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8 mm മുത്തിട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ഹുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കമ്മലിൻ്റെ കൊളുത്തുന്ന ആ ഭാഗം അതും ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഈ കോപ്പർ വയർ വളച്ച് നമ്മൾ ആ മുത്തുണ്ടല്ലോ 8 mm മുത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ടൈറ്റ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ അടുത്ത സെറ്റ് ഇയറിങ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കുക. സിമ്പിളാണ്. അതായത് കോപ്പർ വയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ഇൻസേർട്ട് ചെയ്യാം. 2 അറ്റവും
ഒരുമിച്ച് പിടിക്കുക. റൈറ്റ് കൈ കൊണ്ട് നമ്മൾ അത് ഒന്നിച്ച് പിടിക്കുക. കമ്പി, അതായത് ആ കോപ്പർ വയർ പിടിക്കുക. ലെഫ്റ്റ് കൈ കൊണ്ട് ഗ്ലിറ്റർ ട്യൂബ് പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ തിരിച്ച് കൊടുക്കുക. മറ്റേത് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. ഞാനിതുപോലെ ഒരു പെയറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗ്ലിറ്റർ ട്യൂബിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ബാക്കി വരാറുണ്ട് സാധാരണ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ വേസ്റ്റായിട്ട് കളയണ്ട. മാക്സിമം നിങ്ങൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്ത് മാക്സിമം അതിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, വേസ്റ്റാക്കി കളയാതെ. ഒരു സൈഡ് ഇൻകം ആവാമല്ലോ. ഇതുപോലെ ഇയറിങ്സൊക്കെ ആകുമ്പോൾ കുട്ടികളായാലും വലിയ ആളുകളായാലും അത്യാവശ്യം അട്രാക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടി ഇരുന്നതാണ്, മറന്നുപോയി. അതായത് നമ്മൾ 23-ാം തീയതി ഒരു സ്പെഷ്യൽ ഓഫർ വെക്കാനിരുന്നതാണ് ബീഡ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അന്ന് സാധിച്ചില്ല. അതുകൊണ്ട് അതിന് പകരം അപ്പോൾ ഇനി ഇതുപോലുള്ള കുറച്ച് വീഡിയോസും കൂടെ ചെയ്യാനുണ്ട്. മേക്കിംഗ് വീഡിയോസ് നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്യാം കേട്ടോ. സമയമില്ലാത്തതുകൊണ്ടാണ്. എല്ലാ പ്രാവശ്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ബിസിയാണ്. ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്. നമ്മുടെ ആ 99ൻ്റെ കിറ്റിനൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ 249ൻ്റെ കിറ്റിനും നല്ല റെസ്പോൺസ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻക്വയറീസും ഓർഡേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ മാനേജ് ചെയ്യൽ നടക്കുന്നില്ല. അതിനിടയിൽ നിന്ന് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ ഓർഡർ എടുക്കുക, മെസ്സേജുകൾ നോക്കുക, പിന്നെ ഇത് പാക്ക് ചെയ്യുക, പോസ്റ്റ് ഓഫീസിൽ പോവുക, അങ്ങനെ എല്ലാ പരിപാടികളും കൂടെ ആകുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. അപ്പോൾ ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്യുന്നതാണ്. കുറേ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ സാധനങ്ങൾ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എന്നോട് ചില ആൾക്കാർ ഡൗട്ട് ചോദിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് എല്ലാത്തിൻ്റെയും വീഡിയോസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് മാർച്ച് 23-ാം തീയതി, അതായത് കഴിഞ്ഞ ശനിയാഴ്ചത്തേക്ക് ഇടാൻ ഉദ്ദേശിച്ചിരുന്നൊരു വീഡിയോ ആണ്. അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ പോലെ സമയം ഉണ്ടായിരുന്നില്ല, അത് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഓഫറാണ്, ആക്ച്വലി ബീഡ്സിന് വേണ്ടിയിട്ടുള്ള ഓഫറാണ്. അപ്പോൾ ആ ഓഫർ നമ്മൾ നാളെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് 23-ാം തീയതി എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളൊരു ഓഫർ ഇടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് അതിന് പകരം നമ്മൾ നാളെ ആയിരിക്കും, അതായത് മാർച്ച് 26-ാം തീയതി ആയിരിക്കും ആ ഒരു ഓഫർ കൊണ്ടുവരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ്. അതിൻ്റെ വീഡിയോ ഇന്ന് രാത്രി ഒരു 10:30 ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ ലോഞ്ചായി ആവുന്നത് മുതൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. നാളെ രാത്രി 12 മണി വരെയാണ് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള സമയമുള്ളത്. അതിനുള്ളിലായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടച്ച് ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓഫർ റേറ്റിൽ നിങ്ങൾക്ക് ബീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. വീണ്ടും പറയുകയാണ്, നാളത്തെ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഓഫറാണ്. അതായത് നാളെ രാത്രി 12 മണി വരെ മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.